ഒരൊറ്റ വാക്ക് മതി ഒരു ദിവസത്തെ കംപ്ലീറ്റ് സ്പോയിൽ ചെയ്യാനും നമ്മുടെ എഫേർട്ടുകളും സന്തോഷങ്ങളും നമ്മൾ കണ്ടെത്തിയ ഐഡിയകളും ഒക്കെ തന്നെ വാനിഷായി പോകാൻ. അപ്പോൾ അത്തരത്തിൽ പെട്ടെന്ന് ഫീലാവുന്നവരെയും അങ്ങനെ ബാക്കിയുള്ളവരെ ഫീലാക്കുന്നവരെയും കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ അതിൽ വന്നൊരു കമൻറ്റാണ്. ഞാനത് കാണിച്ചു തരാം, നിങ്ങൾ ഫുള്ള് വായിച്ചു നോക്കിയോളൂ. ഇതിൽ ഈ ജിതിൻ എന്ന് പറയുന്ന എൻ്റെ അതേ പേരുള്ള പുള്ളിക്കാരൻ കാറിൽ യാത്ര ചെയ്തപ്പോഴാണ് എൻ്റെ വീഡിയോ കേട്ടത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ഈ സബ്ജക്റ്റിന് വളരെയധികം പ്രാധാന്യമുണ്ടെന്നും അത് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണെന്നും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തെ ഒരുപാട് സ്വാധീനിച്ചു എന്നും പറഞ്ഞുകൊണ്ടാണ് കമൻറ്റ് ചെയ്തത്. അപ്പോൾ വളരെയധികം നന്ദിയുണ്ട്. മാത്രമല്ല അദ്ദേഹം വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ഇത് കമൻറ്റ് ചെയ്യാൻ വന്നപ്പോൾ സിമിലർ ആയിട്ടുള്ള മറ്റൊരുപാട് കമൻറ്റുകളെ വീഡിയോയിൽ കണ്ടു എന്നും ഒരുപാട് പേര് അനുഭവിക്കുന്ന വിഷയത്തെയാണ് ഹാൻഡിൽ ചെയ്തത് എന്നും പറഞ്ഞാണ് അദ്ദേഹം ഈ ഒരു കമൻറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാനിത് എങ്ങനെ കാണുന്നു എന്നുള്ളതല്ല, ആക്ച്വലി ഞാൻ മലയാളികളുടെ കാര്യം പറയാം. മലയാളികൾ ഒരുപാട് പേര് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ വർക്ക് പ്രഷർ, കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ. പക്ഷേ ഈ പ്രശ്നങ്ങളുടെയൊക്കെ മൂലാധാരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോർ എന്ന് പറയുന്നത്, ഒരാൾ മറ്റൊരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ കേൾക്കുന്ന കുത്തുവാക്കുകളോ വിമർശനങ്ങളോ വെല്ലുവിളികളോ ഒക്കെയാണ്. ചിലർ ഒരു സമയത്ത് കാണുമ്പോൾ നല്ല രീതിയിൽ സ്നേഹത്തോടെ പറയും, മറ്റൊരു സാഹചര്യത്തിൽ നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴായിരിക്കും നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ എടുത്തടിച്ച് കണക്ക് പറയുക. നമ്മൾ വളരെയധികം കഷ്ടപ്പെടുമ്പോൾ ആ കഷ്ടപ്പെട്ടതിൻ്റെ യാതൊരു തരി സ്നേഹവും ഇല്ലാതെ വിമർശിക്കുന്ന ബോസുമാരുള്ള ജോലി സ്ഥലങ്ങളുണ്ട്. നമ്മൾ കഷ്ടപ്പെടുമ്പോൾ അതിന് യാതൊരു വിലയും കൽപ്പിക്കാത്ത അധ്യാപകരുള്ള സ്കൂളുകളും മറ്റ് സ്ഥാപനങ്ങളും ഉണ്ട്. പക്ഷേ അവിടെയൊക്കെ ആക്ച്വലി അത് നമ്മുടെ പ്രശ്നം തന്നെയാണോ, അതോ ഈ പറയുന്ന ആളുകളുടെ പേഴ്സണലായിട്ടുള്ളൊരു ഇഷ്യൂ ആണോ? രാവിലെ ഒരു വഴക്ക് കഴിഞ്ഞിട്ടായിരിക്കും ഫാമിലിയിൽ നിന്ന് ഒരാൾ വരിക, അപ്പോഴായിരിക്കും ഇത് കാണുക. അല്ലെങ്കിൽ അവർക്ക് വളരെയധികം ടെൻഷൻ ഉള്ളപ്പോഴായിരിക്കും ഡെഡ് ലൈൻ പൂർത്തിയാക്കേണ്ടി വരുന്ന ഒരു പ്രോജക്റ്റിന് റിവ്യൂ ഇടുക. അപ്പോൾ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് ആക്ച്വലി ഇതിൻ്റെ ഉള്ളിലൊക്കെ വരുന്നത്. നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പ്രശ്നവും നമ്മൾ മറ്റൊരാളുടെ ചെരുപ്പിൽ കയറി നിന്ന് ചിന്തിക്കാത്തത് കൊണ്ടും വരുന്ന ഒരു ഇഷ്യൂ ആയിട്ടാണ് പലതും, എല്ലാം എന്നല്ല പലതും വരുന്നത്. പിന്നെ ചിലത് ടാർഗറ്റഡ് ആയിട്ട് നമ്മളെ വിക്ടിമാക്കുന്ന രീതിയിൽ വരുന്നതുകൊണ്ട്. എങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു 85-90% കാര്യങ്ങളെയും സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് കാണാൻ പറ്റുന്ന കുറേ കാര്യങ്ങളും അതിൻ്റെ പിന്നിലെ സയൻസും ഈ വിഷയത്തെക്കുറിച്ചുള്ള എൻ്റെ ജനറൽ അനാലിസിസും ഒക്കെ ആയിരുന്നു യൂട്യൂബിലിട്ട ആ ലോങ് ഫോം കണ്ടൻറ്റ്. അപ്പോൾ ഇത്തരത്തിലുള്ള കമൻറ്റുകൾ ഒരുപാട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാനത് റിവ്യൂ ചെയ്യാം. വീഡിയോ ഫുള്ള് കാണാനായിട്ട് താഴെയുള്ള ലിങ്കിലോ അല്ലെങ്കിൽ കമൻറ്റ് ചെയ്താൽ അയച്ചു തരാനോ ഒക്കെയുള്ള സംവിധാനം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. എനിക്കിത് ഭയങ്കര സന്തോഷമാണ്. ഞാനിങ്ങനെ എൻ്റെ അനുഭവങ്ങൾ, അഭിപ്രായങ്ങൾ ഇത്തരം വിഷയങ്ങൾ പറയുമ്പോൾ അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പേരുണ്ട് എന്നുള്ളത്. നിങ്ങൾക്കും അങ്ങനെ ഉണ്ട് എങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ഓഡിയൻസ് നമ്മളെല്ലാവരും പരസ്പരം കേൾക്കാനും കേൾക്കപ്പെടാനും ആഗ്രഹിക്കുന്നവരാണ്. നന്ദി.